നമസ്കാരം. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവും അങ്ങ് ബഹിരാകാശത്തിലേക്ക് പോയിട്ടുണ്ട് ഗെയ്സ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി ഒരു ചന്ദ്രനടി നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടവും സമാനമായ രീതിയിലുള്ള ഒരു ഗംഭീര മാങ്കൂട്ടമടി നടത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, അതായത് AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നടക്കുന്ന ഒരു വിഷ്വൽ രാഹുൽ മാങ്കൂട്ടം പുറത്തു വിടുകയാണ്. വ്യാജനടിച്ച് നല്ല രീതിയിൽ പരിചയമുള്ള നമ്മുടെ വ്യാജേട്ടൻ അങ്ങനെ ഒരു സാധനം പുറത്തുവിട്ടപ്പോൾ എല്ലാവരും കയറി കൈയടിക്കും, അയ്യോ നമ്മുടെ ഓസി എന്നൊക്കെ പറയുമെന്നാണ് വിചാരിച്ചതെങ്കിലും പലരും കയറി പൊങ്കാലയിടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ AI സംവിധാനത്തിലൂടെയൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇമാതിരി വീഡിയോ ഇറക്കാനും കല്ലിടാനും മാത്രമേ കഴിയൂ. ഈ പറയുന്നതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ LDF സർക്കാർ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകൾ വരാൻ ഇടയായി. അപ്പൊ അതിനടിയിൽ വന്നിരിക്കുന്ന ചില കമന്റുകൾ വായിക്കണമെന്ന് തോന്നി. ഞാനൊന്ന് ആ കമന്റുകളൊക്കെ ഒന്ന് വായിക്കാം. അഷ്റഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് അടിയിലിട്ടിരിക്കുന്ന കമന്റിന് വലിയ ലൈക്ക് കിട്ടുകയാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: കല്ല് മാത്രമാണ് നമുക്കെന്നും പറയാനുള്ളത്. സഖാവ് കൊടിയേരി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ വണ്ടിയുടെ ഡിക്കിയിൽ കല്ലുകൊണ്ട് നിറഞ്ഞ കാലം ഉണ്ടായിരുന്നുവെന്ന്. തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യമാണ്. അതിന് വലിയ രീതിയിലുള്ള കയ്യടി കിട്ടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ജിനീഷ് തിരു പറയുന്നു, കല്ലിട്ടാൽ കപ്പലോടില്ല മിസ്റ്റർ മാങ്ങക്കൂട്ടം എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് കൂടി ഞാൻ വായിക്കാം. ആ കമന്റ് ഇങ്ങനെയാണ്. റമീസ് പറയുന്നു, വീഡിയോ ഇറക്കിയല്ല രാഹുലെ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്, നിശ്ചയ ദാർഢ്യത്തോടു കൂടി പ്രവർത്തിച്ചാണ്. പിണറായിയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു വീഡിയോയും വേണ്ട, ജനങ്ങൾക്കറിയാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഉത്തരേന്ത്യൻ സംഘികളുടെ തട്ടിൽ വെച്ച് നീയും നിന്റെ പാർട്ടിയും മലയാളികളെ അളക്കരുത് രാഹുലെ എന്ന് പറയുന്നു. അതൊരു വലിയ രീതിയിലുള്ള ഒരു ലൈക്കാണ് ആ കമന്റിനും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഒരു കമന്റ്, അതായത് ഒരു ജിജേഷ് എന്ന് പറയുന്ന ആള് പറയുന്നു, ആ ആലുവ മാർക്കറ്റിൽ കിടക്കുന്ന കല്ലിന് കൂടി ഒരു DJ വീഡിയോ ഇറക്കണം മാൻകൂട്ടം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അബ്ദുൾ റസാഖ് പറയുന്നു, കോട്ടയം ടൗണിലെ ആകാശപാതയ്ക്ക് കൂടി ഇതുപോലെ ഒരു വീഡിയോ ഇറക്കണം മാങ്കൂട്ടം. ഉമ്മൻചാണ്ടിയോടുള്ള പഴയ വാശി ഇങ്ങനെ തീർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുകയാണ്. അതായത് ഈ UDFന്റെ ഭരണകാലത്ത് ഇട്ട കല്ലുകളുടെയൊക്കെ കണക്ക് പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്തേക്ക് വരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഇതിനിടയിൽ ഇട്ടിരിക്കുന്നു. ഹാഷിം പറയുന്നു, AI ഉപയോഗിച്ച് ഡീപ് ഫേക്ക് വ്യാജ വീഡിയോ ഇറക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇന്ന് ആർക്കും കഴിയും, സ്വന്തം പഠിച്ച സ്കൂൾ പോലും നന്നാക്കാൻ LDF വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കമന്റുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ പദ്ധതി ഞങ്ങൾ തടസ്സപ്പെടുത്തും, ഈ പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ വീഡിയോകൾ കൂടി അതിനടിയിൽ ഇങ്ങനെ നിറഞ്ഞ് കവിയുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ ഇടയായി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം കയ്യടി കിട്ടുമെന്ന് ഓർത്ത് ഇട്ട വീഡിയോ ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അടിച്ച് ഏറിൽ കയറ്റിയിരിക്കുന്നു. നമുക്കറിയാം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഏറിൽ നിന്ന് താഴെ ഇറങ്ങില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു മനിതനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഡീപ് ഫേക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക മരിക്കാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്. അറിയാമല്ലോ, അണ്ണൻ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായതെന്ന് നാട്ടിലൊക്കെ പാട്ടാണ്, അത് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന പോസ്റ്റിനടിയിൽ സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക്, അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇട്ട കല്ലിന്റെ പേരിൽ ഗംഭീരമായിട്ടുള്ള പൊങ്കാല ആ പാവം മനുഷ്യന് മേടിച്ചു കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം. നോക്കൂ, രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ മുഹൂർത്തമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമ്മുടെ കേരളം, നമ്മുടെ ഈ കൊച്ചു കേരളം രാജ്യത്തിന്റെ നെറുകയിൽ വിഴിഞ്ഞം തുറമുഖം കൊണ്ട് എഴുതിയ ചരിത്രം, ആ ചരിത്രത്തിന്റെ തിളക്കത്തിൽ ശോഭയിൽ മലയാളികൾ അഭിമാനം കൊള്ളുന്ന മുഹൂർത്തത്തിൽ ഇങ്ങനെയുള്ള ചില തൊരപ്പന്മാർ, വികസന വിരോധികൾ രംഗത്തിറങ്ങി അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇന്നലെ അവിടെ പരിപാടി നടന്നപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണക്കത്ത് കിട്ടിയിട്ട് പോലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ വെല്ലുവിളിച്ച ആളാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ്, ഈ കുട്ടി സതീശന്റെ പ്രധാനപ്പെട്ട നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തെങ്കിലുമൊക്കെ ഈ സംസ്ഥാനത്തോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷെ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു. അതൊന്ന് വലിയ കാര്യമാണ് എന്ന മട്ടിലാണ് പറയുന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ബഹിഷ്കരിച്ചുകൊണ്ട്, ഇത്തരം പരിപാടികളുടെ ശോഭ കെടുത്താൻ വേണ്ടി ഇത്തരം ഫേക്ക് വീഡിയോകൾ ഇട്ടുകൊണ്ട് കോൺഗ്രസ് അപഹാസ്യരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF സർക്കാർ പറയുന്നതൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ ആ പ്രാവർത്തികമാക്കുന്നത് കണ്ട് ചൊറിച്ചിൽ അടക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള മാങ്കൂട്ടന്മാർ ഇമാതിരി ചില കുത്തിത്തിരിപ്പ് വീഡിയോകൾ ഉണ്ടാക്കി വ്യാജ വീഡിയോകൾ പുറത്തുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇമാതിരി ശ്രമങ്ങൾ നടത്തിയിട്ടും തുടരെ പരാജയപ്പെട്ടിട്ടും
നിങ്ങൾ അത് തന്നെ ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളോട് തോന്നുന്നത് സഹതാപം മാത്രമാണ്. ഇത് UP അല്ല മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടമേ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ സംഘികൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാണിച്ചു കൂട്ടുന്ന ഇമാതിരി ചില ഉടായ്പ സംഗതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കനകോലുവിന്റെ നേതൃത്വത്തിലായതുകൊണ്ട് കനകോലുവാകും ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ കനകോലുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, ഇത് കേരളമാണ്, ഇവിടെയുള്ള മലയാളികൾക്ക് ഇതുണ്ട്, പ്രബുദ്ധരാണ് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. മാത്രവുമല്ല, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൻസെന്റ് MLA കഴിഞ്ഞ ദിവസം 24 ചാനലിൽ ഇരുന്ന് വലിയ രീതിയിൽ ഗീർവാണം അടിക്കുന്നത് കണ്ടു. വലിയ ശോഭയൊന്നും ഉണ്ടായില്ലായിരുന്നു. പരിപാടി വമ്പൻ ഹിറ്റായപ്പോ അണ്ണന്റെ ആ ഡയലോഗ് കേട്ടപ്പോ അതായത് അത് വലിയ സുഖം ഉണ്ടായില്ല, അവരതൊക്കെ ഉദ്ദേശിച്ചത്ര ഗംഭീരമായില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു, ചില ആളുകളെയൊക്കെ കല്യാണത്തിനൊക്കെ വിളിക്കും. ഇവർ കല്യാണത്തിന് പോയിട്ട് നന്നായിട്ട് ശാപ്പാടം കടിക്കും. ശാപ്പാടൊക്കെ അടിച്ചിട്ട് പുറത്തിറങ്ങേണ്ട എന്ത് ചെയ്യുന്നു പറയും, ആ കറിക്ക് ഉപ്പുണ്ടായിരുന്നില്ല, മുളക് ഉണ്ടായിരുന്നില്ല, ഒരു എരിവ് ഉണ്ടായിരുന്നില്ല, അലമ്പായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പറ്റ ആളുകളുണ്ട്. ആ ശ്രേണിയിൽ വേണമെങ്കിൽ നമുക്ക് വിൻസെന്റിനെയും പെടുത്താം. മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ആ ഒരു മോങ്ങൽ, ആ ഒരു ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് വിൻസെന്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മാത്രവുമല്ലല്ലോ, ഇന്നലെ എന്തുകൊണ്ടാണ് VD സതീശൻ അവിടേക്ക് പോകാഞ്ഞത്? സ്വാഭാവികമായും VD സതീശൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ VD സതീശൻ സംസാരിക്കാൻ വേണ്ടി സമയം കൊടുക്കും കേട്ടോ. VD സതീശന് ഈ മാധ്യമങ്ങൾ മുമ്പിൽ പറഞ്ഞു നടക്കുന്ന നുണകൾ മുഴുവൻ അവിടെ വേദിയിൽ പറയേണ്ടി വരും. അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വസ്തുതകൾ അവിടെ തുറന്നു കാട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നാൽ VD സതീശൻ ഇത്രയും നാളും പാടി നടന്ന പെരുന്നുണകൾ ആ വേദിയിൽ വെച്ച് തന്നെ പൊളിഞ്ഞടങ്ങുമെന്ന് നന്നായി സതീശൻ അറിയാം. അതുകൊണ്ട് സതീശൻ മനഃപൂർവ്വം ബുദ്ധിപരമായിട്ട് മാറി നിൽക്കുകയായിരുന്നു. നോക്കൂ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞില്ലേ, ഈ പദ്ധതിയുടെ കൂടുതൽ വിഹിതം മുടക്കുന്നത് കേരളമാണെന്ന്. കേന്ദ്ര സർക്കാർ 9% മാത്രം മുടക്കുമ്പോൾ 63% മുടക്കുന്നത്, ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത് അത് കേരളമാണ്. ഇനി ആ 9% മുടക്കുന്ന പൈസക്ക് അമിതമായിട്ടുള്ള തുക തിരിച്ച് നമ്മൾ അടയ്ക്കണം കേന്ദ്രത്തിന്. അപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കേന്ദ്രം എന്തെങ്കിലും തരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരുന്ന വായ്പ പോലും സത്യത്തിൽ നമുക്ക് തലവേദനയാണെന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് LDF സർക്കാർ ഈ ഒരു പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി എടുത്ത ആ ഒരു മൊത്തത്തിലുള്ള പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടത്തെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വിശദീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. 1996 മുതൽ ഈ 2025 വരെ ഈ പദ്ധതിക്ക് വേണ്ടി LDF സർക്കാർ നടത്തിയ പോരാട്ടങ്ങൾക്കിടയിൽ ചിലതൊക്കെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. UDFന്റെ ഭരണകാലഘട്ടത്തിൽ ഈ പദ്ധതിയുടെ ചിറകരിയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകളെ അദ്ദേഹം പരോക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ പദ്ധതി ഇവിടെ LDF ഭരിച്ചിരുന്ന സമയത്ത് ഈ പദ്ധതിക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ഈ ഒരു പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അതിന്റെ ചിറകരിഞ്ഞവരാണ് UDFകാർ. അവരെ പറ്റി നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിട്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടി ഇമാതിരി AI ചില ഫേക്ക് വീഡിയോസ് ഒക്കെ ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടമേ, ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ കൈയടിക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഇപ്പോൾ മനസ്സിലായില്ലേ? അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം എന്താണെന്ന്? വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പാകട്ടെ, ആ തിരഞ്ഞെടുപ്പിലൊക്കെ ഈ വിഴിഞ്ഞം തുറമുഖം പ്രാവർത്തികമാക്കിയത് UDFന് വലിയ തിരിച്ചടിയായി മാറുമോ എന്ന ഭയം രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതൊക്കെ LDFന് വലിയ ഗുണമാകുമോ എന്ന ആ ഒരു പേടി ഇവരെയൊക്കെ അലട്ടുന്നുണ്ട്. അപ്പോ അതിൽ നിന്നൊക്കെ വഴി തിരിച്ചു വിടാൻ വേണ്ടിയാണ് ശ്രമം നടത്തുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ പോലും സ്വീകരിച്ച നിലപാടെന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരു ഈ പദ്ധതിയെ തകർക്കുന്ന രീതിയിലുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? പ്രതിപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് അവർ പറഞ്ഞ നുണകളൊക്കെ പെരിപ്പിച്ചു കാണിച്ചുകൊണ്ട് അതിന്റെ പേരിൽ അന്തിച്ചർച്ച വരെ നടത്തിയ മാധ്യമങ്ങൾ ഇവിടെയില്ലേ? പക്ഷെ അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നേരെ തന്നെ നടന്നു. അങ്ങനെ ഈ പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ മാധ്യമങ്ങളൊക്കെ ഈ ഒരു പരിപാടിയെ വലിയ രീതിയിൽ തന്നെ, അതായത് പ്രാവർത്തികമാക്കിയത് എടുത്തു കാണിക്കുമ്പോഴും ഇവരും കാണിച്ച ചില തെമ്മാടിത്തരങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല. എന്തിനാലും എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു ഇത്തരത്തിലുള്ള പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയെ രാഷ്ട്രീയം പോലും നോക്കാതെ പിന്തുണയ്ക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനം, നമ്മളിവിടെ കൂടാൻ പോകുന്ന, വർദ്ധിക്കാൻ പോകുന്ന തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അല്ലാതെ ഇമാതിരി ചില തുരപ്പൻ കുറെ വ്യാജ വീഡിയോസ് ഒക്കെ പുറത്തു വിട്ടുകൊണ്ട് എക്കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ കല്ലിടൽ മാത്രമല്ല വികസനമെന്ന് ജനങ്ങൾ നിങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്ന്
പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.